സർ മേ കമിൻ. ന്യൂ ജോയിൻ അല്ലേ? കേരളോ സാറേ എനിക്ക് ട്രെയിനിങ് ഒന്നും ഇല്ലായിരുന്നു. എടോ, ഈ ഗോൾഡ് ലോൺ സെക്ഷനിലോട്ട് ആളിനെ എടുക്കുമ്പോ ആർക്കാ ട്രെയിനിങ് കൊടുത്തിട്ട് എടുക്കുന്നത്? പക്ഷെ നമ്മള് ലക്ഷങ്ങളുടെ ബിസിനസ്സാ ചെയ്യുന്നതെന്ന് ഓർക്കണം കേട്ടോ. ബാക്കിയൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. പഞ്ചി സാറേ പിന്നെ എന്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് 2 മാസം എടുക്കും കേട്ടോ. പേടിക്കണ്ട, 2 മാസം പകുതി സാലറി കാണത്തുള്ളൂ കേട്ടോ. എടോ, ഇവിടെ സാലറി എങ്ങനെ ഒരാൾക്ക് കൊടുക്കാതിരിക്കണം എന്നാ കമ്പനി നോക്കുന്നത്. മക്കളെ ഈ സ്വർണ്ണം ഒന്ന് പണയം വെച്ച് തരണം. ശരി അച്ഛാ. ദിലീപേ ചെക്ക് ചെയ്യും. അച്ഛന്റെ വീട് എവിടെ ആയിരുന്നു? നമ്മുടെ തോന്നാട് ജംഗ്ഷൻ അറിയാവോ? അവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറി പോകുന്നിടത്ത്. ജംഗ്ഷനിൽ നിന്ന് അകത്തോട്ട് കയറി പോകുന്നിടത്ത് എവിടെ? മോനെ ആ കനാലില്ലയോ, അതിന്റെ അപ്പുറത്തെ 2ാമത്തെ വീട്. ആ ഒരു ഓടിട്ട വീടല്ലേ? അത് തന്നെ. മക്കള്? മക്കളെല്ലാം അങ്ങ് പുറത്താ. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ വീട്ടില്. പിന്നെ ഒരു അത്യാവശ്യം ആയതുകൊണ്ടാ. അച്ഛാ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞങ്ങൾ വീട്ടിൽ വന്ന് മേടിച്ചോളാം. അയ്യോ വളരെ ഉപകാരം മക്കളെ. ദിലീപേ പെട്ടെന്ന്. അപ്പൂപ്പ നമുക്കേ ഒരു 60% മാത്രമേ തരാൻ പറ്റത്തുള്ളൂ കേട്ടോ. കമ്പനി റൂളാ. പിന്നെ ഇതിനകത്ത് കുറച്ച് കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ടേ ഒരു 60,000 തരാം. മക്കളെ ഒരു പവന്റെ സാധനമാ അത്. അച്ഛൻ മേടിക്കണ്ട. ദിലീപ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഒരു 5,000 രൂപ എന്റെ പേരിലാണ് കൊടുത്തത്. മക്കളെ വേറെ എങ്ങും കയറി നടക്കാൻ വയ്യ, ഉള്ളതിങ്ങിതാ. അച്ഛൻ്റെ നമ്പർ 65 അവസാനിക്കുന്നല്ലേ? ഒരു OTP വരും, എനിക്ക് പറഞ്ഞേ. മക്കളെ നമുക്കതൊന്നും നോക്കാൻ അറിയത്തില്ല. എന്നാ ഫോൺ നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ടോർച്ച് ഫോണല്ലേ? അതേടാ. അച്ഛാ അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടേ. അയ്യോ കയ്യിലായിരുന്നു വേണ്ടേ. ഇനിയിപ്പം കുഴപ്പമില്ല, അക്കൗണ്ടിലല്ലേ, കുഴപ്പമില്ല. ഓക്കെ അച്ഛാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കണം. ഫോൺ നമ്പർ. ഓക്കെ നല്ല മോൻ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം. തീർച്ചയായിട്ടും. ഹരീഷേട്ട എല്ലാവരും ഭയങ്കര കമ്പനിയല്ലേ? ഹലോ അത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴേ മേളിൽ 3 ഡോട്ട് ഇല്ലേ, അതിലുണ്ടോ ആ ഓപ്ഷൻ? ഓക്കെ ശരി. ആരേട്ടാ? അപ്പുറത്തെ ബാങ്കിലെ മാനേജരാ. 10 വർഷമായിട്ട് തൊലിക്കോ ഇതുവരെ ഒരു കോപ്പും അറിയത്തില്ല. ചേട്ടാ ഡെയിലി ന്യൂ കസ്റ്റമേഴ്സ് ഒന്നും ആയിട്ടില്ല. നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോടാ? എന്റെ പരിചയത്തിലുള്ള എല്ലാ കസ്റ്റമേഴ്സും എന്റെ വീട്ടുകാരൊക്കെ പിടിച്ച് ചേർത്തില്ലേ. പിന്നെ ആര് ബാക്കിയുണ്ട്? കോളേജിൽ പഠിച്ച ആരുടെയും നമ്പർ ഉണ്ടോ കയ്യിൽ? അല്ല, അവരെ വിളിച്ചാൽ അവര് കസ്റ്റമർ ആക്കാൻ സമ്മതിച്ചില്ലല്ലോ. അവരറിയാതെ അവര് കസ്റ്റമർ ആയാലോ? അതെങ്ങനെ? എടാ, ആദ്യം നീ നിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് OTP കൊടുക്കണം. എന്നിട്ട് ആ വരുന്ന OTP 1415 എന്നാണെന്ന് വിചാരിച്ചോ. നമ്മുടെ എല്ലാ OTPയും റാൻഡം അല്ല, സീരിയലാണ്. ഇനി നീ ടാർഗറ്റ് ചെയ്ത ആളുടെ ഫോണും ഡീറ്റെയിൽസും കൊടുക്കണം. എന്നിട്ട് OTPക്ക് അയക്കണം. അപ്പൊ സീരിയലായിട്ടുള്ള OTP എന്തായിരിക്കും വരാൻ സാധ്യതയുള്ളത്? 1415 ശേഷം 1416. ചിലപ്പോ അല്ലെങ്കിൽ 1417. അവര് പോലും അറിയാതെ അവര് നമ്മുടെ ന്യൂ കസ്റ്റമർ ആവും. ഏതൊരു കസ്റ്റമർ വന്നാലും ഫോൺ നമ്പർ അവരുടെ കൊടുത്തോ, പക്ഷെ മെയിൽ ID അത് നമ്മുടെ കൊടുക്കാവും. അപ്പൊ ഫോൺ നമ്പർ അതിനകത്ത് യൂണീക്ക് ആയിട്ടുള്ള മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ മെയിൽ ID അങ്ങനെയല്ലേ, കുഴപ്പമില്ല. അതാവുമ്പം ആ മെയിൽ ID ഉണ്ടായോണ്ടേ നമുക്ക് പണയം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. അപ്പൊ എല്ലാ ലൂപ്പുകളും അറിയാല്ലേ? 10 വർഷം ആയില്ലേടേ. രാഹുലേ, ദിലീപേ, ഇത് നമ്മുടെ രാഹുല്, ഇവിടുത്തെ അസിസ്റ്റന്റ് PH ആണ്. ഇവിടുത്തെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ABH ആണ്. എന്താ രാഹുലേ? സാറേ, പുള്ളിക്കാരന്റെ മാല റിലീസ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ അല്ലേ? ഇന്ന് ഇച്ചിരി നെഗറ്റീവ് കുറവാ. റിലീസ് ചെയ്തെടുത്തു, കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരൻ ഫണ്ടൊക്കെ തന്ന്. പിന്നെന്താ പ്രശ്നം? സാറേ, ഞാൻ റിലീസ് ചെയ്തപ്പോഴേ അക്കൗണ്ട് ഒന്ന് മാറി. എത്ര ആയിരുന്നു സാറേ? ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയുണ്ട്. എന്തോ പരിപാടിയാണ് കാണിച്ചേ. ഇനി അതെങ്ങനെ തിരിച്ചെടുക്കുന്ന വെച്ചാ വള്ളിയായത്. സാറേ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനി റിക്വസ്റ്റ് ഒക്കെ കൊടുത്താൽ പൈസ തിരിച്ചു വരണമെങ്കിൽ മിനിമം ഒരാഴ്ച മേളിലെടുക്കും. സാറേ, അങ്ങനെ ഒരു വിരളി പിടിച്ചാനാ, ഒന്നും സമ്മതിക്കത്തൊന്നുമില്ല. കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? സാറേ, കഴിഞ്ഞ തവണ നെഗറ്റീവാന്ന് പറഞ്ഞപ്പം എന്റെ സ്വർണ്ണം എടുത്ത് വെച്ചത്. അതിന് മുന്നേ നെഗറ്റീവാന്ന് പറയപ്പോ എന്റെ കല്യാണം മുതലും എടുത്ത് പണയം വെച്ചത്. ഇതിനു മുമ്പത്തെ 6 മാസം എന്റെ വീട്ടിൽ ഇരിക്കുന്ന സ്വർണ്ണം കൂടെ എടുത്ത് വെച്ചിട്ടാ നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ വേണ്ടിട്ട് വെച്ചിരുന്നു. സാറേ, ഇനിയിപ്പോ 6 വെക്കും. പേടിക്കണ്ട, ഇതിവിടെ സ്വാഭാവിക. ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ. ടെൻഷൻ ഒന്നും വേണ്ട. ഞാനിപ്പോ ABH ആയിട്ടേ 2 ആഴ്ചയായി. ABH ആയതേ ഉള്ളൂ, കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. കാര്യം ചെയ്യും, മറ്റേ കുന്നംകുളം ബ്രാഞ്ചിൽ ഒന്ന് വിളിച്ചു നോക്കിയേ, അവർക്കറിയായിരിക്കും. സാറേ, ചെറിയൊരു എഫിഷ്യന്റ് ഇന്നലെ അടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കണേ. ഒരാഴ്ച അതിനുള്ള റെഡി ആക്കും. അറിയാം
സാർ എന്തായിരുന്നു വേണ്ടേ? അല്ല പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, എന്തിനായിരുന്നു? അല്ല, ഈ മാസത്തെ ഓഡിറ്റ് ചെയ്തപ്പോഴേ ചേട്ടന്റെ സ്വർണത്തിനകത്ത് കുറച്ച് പ്യൂരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ അത് തിരിച്ചെടുക്കണം. അല്ല അതിപ്പോ അന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല സാധനം എടുത്ത, ഇപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? സാർ, ആസ് പെർ റൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആസിഡ് ഇട്ടിട്ട് വേണം സാധനം എടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ അന്ന് ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഓഡിറ്റർ വന്നിട്ട് പുള്ളി ഇതൊക്കെ എനിക്ക് ഇതിനകത്ത് സംശയമുണ്ട്. ഞാൻ ഇത് കിഴിച്ചു നോക്കാൻ പോവാ. അല്ല സാർ, കസ്റ്റമർ പറഞ്ഞ കാര്യമില്ല, എനിക്ക് ഇത് കിഴിച്ചു നോക്കണം. ഓക്കെ, അല്ല, കസ്റ്റമർ റിലീസ് ചെയ്യുമ്പോൾ ഇത് കണ്ടുവെല്ലാം കഴിഞ്ഞാൽ എന്റെ പണി. എന്റെ ഡ്യൂട്ടി ഇത് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് സംശയമുണ്ട്, ഞാൻ കിഴിക്കും. എടോ കഴിഞ്ഞോണ്ട് ഞാൻ പണയം വെക്കുന്ന വളയ്ക്കാത്തന്നെ ആ ഒരു പവനകത്ത് ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതല്ലേ ഇവിടെ നടക്കുന്നത്? കൊള്ളാം സാർ, ഇത് നമ്മുടെ കമ്പനിയുടെ റൂളാ. സാറ് തന്നത് സെക്കൻഡ് ക്വാളിറ്റി ഗോൾഡാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ തന്നിട്ട് രണ്ട് ഐറ്റം എടുത്തോണ്ട് പോകണം. ഇല്ലെങ്കിലോ എന്റെ ഇപ്പൊ പെട്ടെന്ന് ഇത്ര പൈസ എടുക്കാനൊന്നുമില്ല. ഇയാൾ ഉടനെ വിളിച്ചിട്ട് ഇത്ര സാധനത്തിന് പൈസ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ? ഇല്ലെങ്കിൽ പിന്നെ സാർ ഇവിടെ ഗോൾഡ് ഷോപ്പ് ഉണ്ട്, അവിടെ കൊടുത്തിട്ട് പിന്നെ ബാക്കി വല്ലതും കിട്ടുവാണെങ്കിൽ സാറിന് അങ്ങോട്ട് വരാം. കുഞ്ഞിന്റെ മാലയായിരുന്നു. അതെ, അവിടെ വളയ്ക്കാത്ത രുചി പ്രശ്നമുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോ ഞാൻ ഒന്ന് കിഴിച്ചു നോക്കിയിട്ടുണ്ട്. അതിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് ഒക്കെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാം. ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇയാളെ കൊണ്ട് തോറ്റു. എവിടെയോ ആന്നാ പറഞ്ഞേ, അതാന്ന് തോന്നുന്നു. അതല്ലേ മക്കളെ, പൈസ റെഡി ആയില്ല, അതാ അങ്ങോട്ട് വരാഞ്ഞത്. അച്ഛാ, അന്ന് വെച്ച സ്വർണം ഉണ്ടല്ലോ, അത് ലേലത്തിന് പോയി. മക്കളെന്ത് പറയുന്നേ? അച്ഛൻ ലേലത്തിന് പോയപ്പം അതിലൊരു 5000 രൂപ അത് അച്ഛന് വരും. അത് തരാൻ വേണ്ടിയാ വന്നത്. അച്ഛാ, ആ 5000 രൂപ ഞാൻ ഇപ്പം കയ്യിലങ്ങ് തരാം. അപ്പം അത് കൈപ്പറ്റി എന്നുള്ളതിൻ്റെ ഒരു OTP ഉണ്ട്, അതെനിക്കൊന്ന് പറഞ്ഞു തരണേ. മക്കളെ, ഞാൻ ഫോൺ ഇങ്ങ് എടുത്തോണ്ട് വരാം. അല്ല, 3 ദിവസം കഴിഞ്ഞിട്ട് ലേലത്തിന് പോകത്തുള്ളൂ പറയാൻ വേണ്ടിയില്ലേ നമ്മളിങ്ങോട്ട് വന്നേ? നീ എൻ്റെ അടുത്ത് അന്ന് ചോദിച്ചില്ലയോ? എല്ലായിടത്തും ഭയങ്കര സഹകരണം വന്നു. അന്ന് ശരിക്കും സഹകരണമല്ല നടന്നേ. പുള്ളിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് വാച്ച് ചെയ്തു. പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ, മക്കൾ വെളിയിൽ. OTP പറഞ്ഞു തന്നതുപോലും നമ്മുടെ കൈ ഫോൺ തൂങ്ങത്ത്. അന്ന് കൺഫേം ആയിരുന്നു ഇത് ലേലത്തിന് പോകാൻ സാധ്യതയുള്ള സാധനമാണെന്ന്. പക്ഷെ ലേലത്തിന് പോയാൽ ആ പൈസ കമ്പനിക്ക് കിട്ടും. അല്ല, എനിക്കോട് മനസ്സിലാവുന്നില്ല. 1 ലക്ഷത്തിന് മേളിൽ സ്വർണത്തിന് പൈസ ഉള്ളപ്പോഴാണ് നമ്മൾ ആ സ്വർണത്തിന് 60,000 രൂപ കൊടുത്തത്. ആ സ്വർണത്തിന്റെ 40% മേൽ തുക നമ്മുടെ കയ്യിലുണ്ട്. പുള്ളിയുടെ ഈ വർഷത്തെ മുടങ്ങിയ പലിശ മാത്രം 15,000 രൂപ. ഇപ്പം പുള്ളിക്ക് കൊടുക്കുന്ന 5,000 രൂപ ചേർത്ത് നമ്മൾ 80,000 രൂപ ചെലവാക്കിയാൽ 1.5 ലക്ഷം രൂപയുടെ മുതലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നീ എന്തോ വിചാരിച്ച് മുകളിലുള്ളവരുടെ ആട്ടും തുപ്പും കേൾക്കണം. പ്രഷറോട് പ്രഷർ. പിന്നെ കൈ കിട്ടുന്ന ആകെ 10-15,000 രൂപ. ഇങ്ങനൊക്കെ ഉണ്ടല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും എടാ, നീ ഇപ്പോൾ ഇവിടെ ഒരു വർഷമായിട്ട് ജോലി ചെയ്യും. അലാറം അടിച്ചെന്നും പറഞ്ഞ് ഉറക്കപ്പായാലും നീ എത്ര വട്ടം ഓഫീസിൽ പോയിട്ടുണ്ട്? അത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പോകേണ്ടി വരും. നിനക്കൊരു പരീക്ഷ എഴുതാൻ പോലും ലീവ് കിട്ടാറുണ്ടോ? അത് പിന്നെ കീ ഹോൾഡർ ആയതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. നിനക്ക് സാലറി എത്രയാണെന്ന് പറഞ്ഞത്? അത് 35,000. അപ്പം കഴിഞ്ഞ മാസം കിട്ടിയതോ? അത് 18,000. പിന്നെ ഓഫീസിലെ ഫോൺ 1 മണിക്കൂർ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് പറഞ്ഞ് 1,000 കട്ട് ചെയ്തു. പിന്നെ ലേറ്റ് പഞ്ചിങ്ങിന് എന്തായാലും സാലറി ഇല്ലല്ലോ. അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, പഞ്ചിങ് മെഷീൻ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഒരു ദിവസം ഇൻസേർട്ട് മാറിപ്പോയെന്ന് പറഞ്ഞ് അതിന് കട്ട് ചെയ്തു. പുതിയ ആളിനെ എടുത്തിട്ട് റെക്കോർഡ് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും കട്ട് ചെയ്തു. പിന്നെ ധൃതിക്ക് മറ്റേ ഉമേഷ് കൊണ്ടുവന്ന സ്വർണം അത് ഉടായ്പായിരുന്നല്ലോ. പിന്നെ എവിടുന്നോ സെറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പം 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇരിക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ സർവൈവ് ചെയ്തെന്ന് ഇപ്പം മനസ്സിലായല്ലോ. എന്നാ മക്കളെ ഫോൺ എടാ, OTP ഒന്ന് നോക്കി എന്നിട്ട് കൊടുക്കുക. റിലീസ് ചെയ്യുന്ന ഓപ്ഷൻ ഇട്. റിലീസ് ചെയ്യുന്ന ഓപ്ഷൻ ഇട്. ആയിട്ടുണ്ട് കേട്ടോ. റെഡിയല്ല എന്ന് വെച്ചാൽ പൈസ. മക്കൾ ഇത്രയും ദൂരം പൈസ കൊണ്ട് തന്നത് തന്നെ വളരെയധികം നന്ദിയുണ്ട് മക്കളെ. ഒരിക്കലും മറക്കത്തില്ല. ആയിക്കോട്ടെ, വണ്ടി. അതെ, എനിക്ക് നാളെ PSCയുടെ എക്സാം ഉണ്ട്. എനിക്കൊരു ലീവ് വേണം.